ഈ അനീഷിനെ കൊണ്ട് തോറ്റു പോകത്തേ ഉള്ളു കേട്ടോ. കുറച്ചു നേരം മുമ്പ് ആദിലെ അനീഷും തമ്മിൽ എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ആദിലെ പുള്ളിയുടെ ബെഡിലെ ആ ഒരു സ്റ്റിക്കർ കീറി കളഞ്ഞു. അത്ര വലിയ സംഭവമൊന്നും അല്ല, എന്തോ ഒരു ചെറിയ എന്തോ ഇഷ്യൂ ആണ്, ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചെന്നോ അങ്ങനെ എന്തോ ഇവര് തമ്മിൽ ഉണ്ടാവാറുണ്ടല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇത് ഇപ്പൊ ലൈവിനകത്ത് അനീഷ് ഇങ്ങനെ പറയുവാണേ, അതില് ചെയ്തത് വലിയ തെറ്റായിപ്പോയി, അതില് ചെയ്തത് വലിയ തെറ്റായിപ്പോയി. അതിലവിടെ കിടക്കുവാണ്, അനുമോളും നൂറയുണ്ട് അപ്പുറത്ത്. അപ്പോ ഞാനോർത്ത് എന്തോ വലിയ കേസിനെ പറ്റി ആയിരിക്കും അനീഷ് പറയുന്നത് എന്ന്. അപ്പൊ നോക്കിയപ്പോ ദാണ്ട് ഈ ഒരു സ്റ്റിക്കർ കേസാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അനീഷിന് അതിന് വ്യക്തമായ കാരണമുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ സ്വന്തം പേര് കാണുന്ന ഒരു പോസിറ്റിവിറ്റി ആണ് എന്ന് അനീഷ് അത് വ്യക്തമായ രീതിയിൽ അത് പ്രേക്ഷകരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ അതിൽ ഇത് ഫണ്ണായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അനീഷ് ചേട്ടന്റെ കുഞ്ഞിപ്പെങ്ങളല്ലേ ഞാൻ, അനീഷ് ചേട്ടനായിട്ട് എനിക്കൊരു ആത്മബന്ധം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ആദിലയുടെ എന്തെങ്കിലും ഒരു സാധനം എടുത്തതാ. അപ്പോൾ ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തോ അനുമോൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആദിലയുടെ ആണോ, ഇത് ആദിലയുടെ ആണോ, ഇത് ആദിലയുടെ ആണോ, ഇത് ആദിലയുടെ ആണോ എന്ന് ചോദിച്ച് അവിടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ലിപ്സ്റ്റിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ആ ഒരു പാവ കൂടി ചിഞ്ചുവോ മഞ്ജുവോ ആ ഒരു പാവ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ ജീവിയുടെ പേരെന്താണ്, ഇത് ആദിലയുടെ ആണോ, ഇത് ആദിലയുടെ ആണോ, ഒരു 5-6 തവണ പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ ഒരു പാവയെ കൊണ്ടുപോയി അനീഷിന്റെ ബെഡിന്റെ മുകളില് തലകുത്തനെ തിരിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് അതിനോട് പോയി പറയുന്നുണ്ട്, ഇത് വേണമെങ്കിൽ എന്റെ ബെഡിന്റെ അവിടെ നിന്ന് പോയി എടുത്തോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലൊരു ഫൺ സംഭാഷണം രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ നടന്നു ലൈവിന്. ചിലപ്പോഴൊക്കെ കുട്ടികളെക്കാൾ കഷ്ടമാണ് കേട്ടോ ഈ അനീഷ്, പറയാതിരിക്കാൻ പറ്റത്തില്ല.